വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്ന പ്രസ്താവനകൾ വായിക്കാൻ വേണ്ടി മാത്രം ഇടുക്കി ഒരു MLA ആവശ്യമില്ലെന്ന് കേരള കർഷക സംഘം. കർഷകർക്കെതിരെയുള്ള ഇടുക്കി MLA റോയ് കെ പോലൂസിന്റെ പ്രസ്താവന പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. റോയ് കെ പോലൂസിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഞ്ഞിക്കുഴിയിലും വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഞ്ഞിക്കുഴിയിൽ വനംവകുപ്പ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറിയിട്ടില്ലെന്നും ജനങ്ങളാണ് കയ്യേറ്റക്കാർ എന്ന തരത്തിലുമാണ് MLA പ്രതികരിച്ചത് എന്ന് ആരോപിച്ചാണ് കർഷക സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. കാട്ടാന ആക്രമിച്ച വീടുകൾ ആൾതാമസമില്ലാത്ത വീടുകളാണെന്ന MLAയുടെ പരാമർശവും വാസ്തവ വിരുദ്ധമാണെന്ന് റോമിയോ സെബാസ്റ്റ്യൻ ആരോപിച്ചു. കഞ്ഞിക്കുഴിയിൽ വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഇടുക്കി MLA ശ്രീ റോയ് കെ പോലോസ് ചെറുതോണിയിൽ നടത്തിയ പത്രസമ്മേളനം വസ്തുതാവിരുദ്ധവും ജനവിരുദ്ധവുമാണെന്ന് പറയാതെ വയ്യ. കഞ്ഞിക്കുഴി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വനഭൂമി കയ്യേറിയവരാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇവിടെ നിങ്ങൾ നടത്തിയ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന പിൻവലിക്കണം. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, കൃഷിക്കാരോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവന MLA എന്നുള്ള നിലയിൽ താങ്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവന തികച്ചും നിരുത്തരവാദപരമാണ്. വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ പഠിക്കാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തന്ന ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് കർഷക സംഘത്തിന് വേണ്ടി സൂചിപ്പിക്കാറുള്ളത്. പാൽക്കുളമേട്, വെൺമണി ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകർ സ്വന്തം കൃഷിയിടത്തിലെ മരം മുറിക്കണമെങ്കിൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകേണ്ട ഗതികേടാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പാൽക്കുളമേട്ടിൽ വനംവകുപ്പ് നിലവിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമി മുഴുവനും റവന്യൂ ഭൂമിയാണെന്നും ഈ കാര്യം MLAയ്ക്ക് അറിയാമോ എന്നും റോമിയോ സെബാസ്റ്റ്യൻ ചോദിച്ചു. കഞ്ഞിക്കുഴി വില്ലേജ് പൂർണ്ണമായും റിസർവ് ഫോറസ്റ്റ് ആണെന്നുള്ള വാദഗതി ഉയർത്തിക്കൊണ്ട് കൃഷിക്കാരുടെ മേൽ നൂറുകണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. പാൽക്കുളമേടിന്റെ ഇപ്പൊ ഫോറസ്റ്റുകാർ കൈവശം വെച്ചിരിക്കുന്ന മേഖലയെല്ലാം വനഭൂമി തന്നെയാണോ? MLAയ്ക്ക് അക്കാര്യം തിട്ടമുണ്ടോ? റവന്യൂ ഭൂമിയല്ലേ കയ്യേറിയിട്ടുള്ളത്? ഇവിടെ കൃഷിക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഫോറസ്റ്റുകാരെ കൊണ്ട് ഉണ്ടായിട്ടില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നിങ്ങൾ നടത്തിയത്. വരിക്കമുത്തനിൽ കൃഷിഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുന്ന ജെണ്ട നാളെ MLA ഒന്ന് വന്ന് സന്ദർശിക്കണം. എന്നിട്ട് നിയമപരമാണോ? റവന്യൂ ഭൂമിയിൽ അങ്ങനെ ജെണ്ട ഇടാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമുണ്ടോ? ഇതാണ് നിങ്ങൾ പറയേണ്ട കാര്യം. അവിടെ മറ്റു വിവാദങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ നേരത്തെ MLA അല്ലാതിരുന്നപ്പോൾ പറഞ്ഞ അഭിപ്രായം അല്ലല്ലോ ഇപ്പൊ പറയുന്നത്. അതിനാൽ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് പൊതുജനങ്ങളോടും കർഷകരോടും MLA മാപ്പ് പറയണമെന്നും കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. MLAയുടെ പ്രസ്താവന ഉണ്ടായതിന് പിന്നാലെ കഞ്ഞിക്കുഴിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.